ഹായ് പ്രിയപ്പെട്ടവരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കാസർഗോഡ് ജില്ലയിൽ മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ മുണ്ടോട്ട് അരീകര എന്ന പ്രദേശത്താണ്. ഇവിടെ ഞാൻ ദീപക് എന്ന കൊച്ചുമിടുക്കനെ കാണാനാണ് വന്നത്. അവൻ്റെ കഴിവ് ചിത്രരചനയാണ്. അപ്പോൾ അവൻ്റെ വിശേഷങ്ങൾ നമുക്ക് കൂടുതൽ അറിയാം. ഇതാണ് ദീപക്. ഹായ് ദീപക്, എന്തുണ്ട് വിശേഷം? സുഖം അല്ലേ? അപ്പോൾ ഈ ചിത്രരചന ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങിയതാണോ? ഞാൻ 3ാം ക്ലാസ് തൊട്ട് ഡ്രോയിങ് പഠിക്കാൻ തുടങ്ങിയത്. ഞാൻ ശ്രീ വിനോദ് അമ്പലത്തര അവരെ കീഴിലാണ് പഠിച്ചത്. അമ്പലത്തര സ്കൂളിന്റെ അടുത്തില്ല ലൈബ്രറിയില് അവിടെ ആയിരുന്നു ഡ്രോയിങ് പഠിച്ചത് അല്ലേ? പിന്നെ 10ാം ക്ലാസ്സിലായി. പിന്നെ ട്യൂഷനെല്ലാം ആകുമ്പോ പിന്നെ അതിനെ പോയിട്ടാ വിദ്യാഭ്യാസപരമായിട്ട് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അല്ലേ? അപ്പോൾ ദീപക് ഇപ്പോൾ ഏത് തരം ഡ്രോയിങ് ആണ് ചെയ്യുന്നത്? ഇപ്പോൾ ഞാനിപ്പോ പെൻസിലാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. പെയിന്റ് അത്ര യൂസ് ചെയ്യാറുള്ളത്. അതെ അല്ലേ? ഇപ്പോൾ പെൻസിൽ ഡ്രോയിങ് ആണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ മോൻ ഏത് സ്കൂളിലാണ് ഇപ്പോൾ പഠിക്കുന്നത്? ഞാൻ അമ്പലത്തര. ഇത് എത്രയെല്ലാം? +2 പഠിക്കാന്ന്. ഓക്കെ. അപ്പോൾ സ്കൂൾ തലത്തിലൊക്കെ മത്സരിച്ചിരുന്നോ മോൻ? സ്കൂൾ തലത്തില് 8ാം ക്ലാസ് വരെയൊക്കെ പോയിരുന്നു. മത്സരിച്ചൊന്നുമില്ല. സമ്മാനമൊക്കെ കിട്ടിയിരുന്നോ? അതെ അല്ലേ? അപ്പോൾ ദീപക്, ഈ മ്യൂറൽ പെയിന്റ് പഠിക്കാൻ പോയിരുന്നോ? ഇല്ല, ഇത് പഠിച്ചിട്ട് കണ്ടപ്പോ ചെയ്യാൻ തോന്നി. അതെ, കണ്ടപ്പോൾ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇതിപ്പോൾ എത്ര നാൾ എടുത്തിരുന്നു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇത് ഒരാഴ്ചയെല്ലാം ക്ലാസ് എല്ലാം ആകുമ്പോൾ ഒരാഴ്ചയെല്ലാം എടുത്തിരുന്നു അല്ലേ? ഇതേത് പെയിന്റാണ് ഉപയോഗിച്ചത് ഇപ്പോൾ ശരിക്കും? ഇത് ഫാബ്രിക് പെയിന്റ് ആണ്. ഫാബ്രിക്. ദീപക്, അപ്പോൾ ഈ ചുമരിലൊക്കെ ചിത്രം വരക്കാറുണ്ടോ? ചുമരിലൊക്കെ ഇപ്പോ ഇതിന്റെ ഇടയിൽ ചെയ്തതാണ്. അതെ അല്ലേ? ഫോണിൽ നോക്കിയിട്ട് തന്നെ. അപ്പോൾ ദീപക്, രക്ഷിതാക്കൾ നല്ല സപ്പോർട്ടാണോ മോനെ ഈ കാര്യത്തിലൊക്കെ? രക്ഷിതാക്കൾ അമ്മ നല്ല സപ്പോർട്ടാണ്. അതെ അല്ലേ? ഏച്ചിയൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഏച്ചി വരക്കാറുണ്ടോ മോനെ? ഏച്ചി പഠിച്ചിരുന്നു കുറച്ച്, അങ്ങനെ പ്രൊഫഷണലായിട്ട് ചെയ്യാറില്ല. ഇല്ല അല്ലേ? ചെറിയതായിട്ട് പോകുന്നു. ഓക്കെ. അപ്പോൾ ദീപക്, ഞാനൊരു കാര്യം അറിഞ്ഞിരുന്നു, ക്ലേ മോഡലൊക്കെ ചെയ്യാറുണ്ടെന്ന്. ശരിയാണോ അത്? ക്ലേ മോഡൽ ചെയ്യാറുണ്ടായിരുന്നു മുമ്പ്, ഇപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. അതെ അല്ലേ? എന്താ പ്രശ്നം? എന്താ ഇപ്പോൾ ചെയ്യാറ്? കാരണം എന്താ? ക്ലേ അങ്ങനെ കിട്ടാനില്ല. അതെ അല്ലേ? ക്ലേ കിട്ടാത്തത് കൊണ്ട് ആ ഒരു ഫീൽഡ് ഒഴിവാക്കിയത്. അതൊക്കെ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ മോനെ. നല്ല കാര്യങ്ങളല്ലേ, എല്ലാം വേണം. ഓക്കെ. അത് സ്കൂൾ തലത്തിലെല്ലാം മത്സരത്തിന് പോകുമ്പോൾ പഠിച്ചതാണ്. അതെ അല്ലേ? ആ ടൈമിൽ പഠിച്ചായിരുന്നു. ക്ലേ മോഡലിംഗിൽ എന്തെങ്കിലും സമ്മാനം കിട്ടിയിരുന്നോ? സമ്മാനമില്ല, അതിലങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചു, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ദീപകിൻ്റെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. മിടുക്കൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനിയും എത്രയോ നല്ല ഭാവി കിടപ്പുണ്ട് ദീപകിന്. അപ്പോൾ ദീപക്, എൻ്റെ ചാനലിന് വേണ്ടി ഇത്രയും ടൈം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് മോനെ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.